അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബുക്കുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് കേട്ടോ. ബുക്കുമായിട്ട് ബന്ധപ്പെട്ട വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ യാത്ര, കേരളത്തിൽ നിന്നും കാശ്മീർ പോയി തിരിച്ചു വന്ന യാത്രയുടെ വരവ് ചെലവ് കണക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടും. ഇനി യാത്ര ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ഉപകാരപ്പെടും. ഞങ്ങളെ വിഷ്ണു എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ 1 രൂപ ചെലവാക്കിയാലും എല്ലാം ഇതിനകത്ത് എഴുതി വെച്ചതുകൊണ്ട് നമുക്കിത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും പറ്റി. നാളെ യാത്ര ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലോട്ട് വരാം. സബ്ജക്റ്റിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ യൂട്യൂബൊക്കെ നിർത്തിയിട്ട് പണിക്ക് എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ഞാൻ യൂട്യൂബിൽ ഒരു കണ്ടിന്യൂസ് യൂട്യൂബിന്റെ പൈസ കൊണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി പോയ ഒരു 5-6 മാസം കാണുമായിരിക്കും യൂട്യൂബ് റവന്യൂ കൊണ്ട് ജീവിച്ച്. അല്ലാതെ കഴിഞ്ഞ 3 വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. വളരെ പതുക്കെയാണ് നമ്മളുടെ ചാനൽ വളർന്നു വരുന്നത് കേട്ടോ. അപ്പൊ 3 വർഷത്തിൽ ഒരു 6 മാസം കാണും യൂട്യൂബിന്റെ പൈസ കൊണ്ട് ജീവിച്ചത്. ബാക്കി എല്ലാ സമയത്തും ഞാൻ ജോലി തന്നെയാണ് ജീവിച്ചത്. അങ്ങനെ കുറെ പേരുടെ വിചാരമുണ്ട് ഞാൻ യൂട്യൂബ് കൊണ്ട് മാത്രം ജീവിക്കുന്നത്. ഇപ്പം പേഴ്സണലി ജോലിയൊന്നുമില്ല, പക്ഷെ ഉടനെ എന്തെങ്കിലും ജോലിക്ക് കയറോ അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ കണ്ടിന്യൂ ഒന്നും ഞാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ യൂട്യൂബ് കൊണ്ട് മാത്രമല്ല ഇത്രയും കാലം ജീവിച്ചത് ഒന്നുകൂടെ പറയാം. പിന്നെ വെച്ചാല് ഞാൻ 6 വർഷത്തോളമായിട്ട് അക്കൗണ്ടന്റ് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. 6 വർഷം ഒരേ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ടാലിയിൽ ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നാണ്. ബികോം ആണ് പഠിച്ചത്. അപ്പം ബികോമായി ബന്ധപ്പെട്ട ജോലിയായിരുന്നു അക്കൗണ്ടന്റ്. അപ്പൊ അക്കൗണ്ടന്റ് ജോലി ഞാൻ കുറെ കാലം ചെയ്തതാണ്. അപ്പൊ എല്ലാവരും കുറെ പേര് പറഞ്ഞുകൊണ്ട് പല പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണി ചെയ്തുകൊണ്ടിരുന്നതാണ്. 6 വർഷത്തോളം പണി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ മാത്രം ഒതുങ്ങിക്കൂടാനൊരു മനസ്സ് അനുവദിച്ചില്ല. അങ്ങനെയാണ് ഞാൻ യാത്രയിലോട്ട് ഇറങ്ങിയത്. യാത്ര യൂട്യൂബിന് വേണ്ടി ഇറങ്ങിയല്ല, യാത്ര പണ്ട് ഇഷ്ടമായിരുന്നു. ജോലി സമയത്തും ശനി ഞായറൊക്കെ നമ്മൾ അവധി കിട്ടുമ്പോൾ മാക്സിമം നമ്മൾ കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യായിരുന്നു. പിന്നെ യൂട്യൂബിൽ വന്ന പിന്നെയാണ് വലിയ വലിയ യാത്രയൊക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പം യാത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങി തിരിച്ചത്. പിന്നെ ഒരു കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്ന് ജീവിതകാലം മൊത്തം തീർക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒന്നുമില്ലെങ്കിലും എനിക്ക് സന്തോഷിക്കാനുള്ള ഒരു വകുപ്പ് ഇതിനകത്തുണ്ട്. യൂട്യൂബിൽ നിന്നുള്ള പൈസ, റവന്യൂ, അതെല്ലാം ഹിന്ദിയിൽ പറഞ്ഞ ചോടുതോ അതെല്ലാം വിട്ടുകഴിഞ്ഞാലും കഴിഞ്ഞ ഒരു 170 ദിവസം ഇന്ത്യക്കകത്ത് നമ്മൾ യാത്ര ചെയ്തു. അപ്പൊ ആ 170 ദിവസത്തിലെ അനുഭവം എന്ന് പറയുന്നത് അത് ജീവിതകാലം മൊത്തമുള്ള ഒരു വെറുത്താണ് കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ യൂട്യൂബിൽ തന്നെ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം. യൂട്യൂബിൽ തന്നെ നമ്മൾ ട്രാവൽ വീഡിയോ ചെയ്യുന്നവർ തമ്മിൽ പലരും ഭയങ്കരമായ അടികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ എന്തിനാ അടി കൂടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പല പല പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ഒരു യാത്ര ചെയ്യുന്ന ഫുൾ ടൈം ക്യാമറയും യൂട്യൂബിന്റെ റവന്യൂ മാത്രം നോക്കി നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും പഠിക്കത്തില്ല. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും യൂട്യൂബിന്റെ വീഡിയോ മാത്രം ഫോക്കസ് ചെയ്യാറില്ല. നമ്മുടെ യാത്രയിൽ കുറേയൊക്കെ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും എന്റർടൈൻമെന്റിനും ഒക്കെ നമ്മൾ ചെലവഴിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടും യൂട്യൂബിലുപരി. അപ്പൊ അത് കിട്ടാതെ വരുമ്പോഴാണ് പല പല പ്രശ്നങ്ങൾ നമ്മുടെ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. അപ്പൊ യാത്ര ചെയ്യുന്നത് എല്ലാവരും ഒരു നോളജ് കിട്ടാൻ വേണ്ടി കൂടി ആയിക്കോട്ടെ എന്നും കൂടെ കരുതുക. അങ്ങനെ യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ അറിവുകൾ നേടാനും ജീവിതം പഠിക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഇതെന്റെ ഒരു ചെറിയൊരു 170 ദിവസത്തെ യാത്രയിലെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. അപ്പം ഞാനിപ്പോ വണ്ടിക്കകത്തിരുന്ന് വീഡിയോ ചെയ്യുന്ന വേറെ ഒന്നുമല്ല. വെളിയിൽ അമ്പലത്തിലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വീട്ടിനകത്തൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. വണ്ടിക്കകത്താണെങ്കിൽ ഭയങ്കര ചൂട് കേട്ടോ. എനിവേ നമ്മളെ സബ്ജക്റ്റിലോട്ട് കിടക്കാം കേട്ടോ. നമ്മുടെ സബ്ജക്ട് ആണല്ലോ മെയിൻ. ഞാനിപ്പം പറഞ്ഞു വന്നപ്പോൾ അങ്ങോട്ട് കാട് കയറി. എനിവേ അപ്പം ഇതിനു മുമ്പേ ഞാൻ പോയ യാത്ര ബൈക്കിലായിരുന്നു. ബൈക്കിൽ ഞാൻ പോയപ്പോൾ 70,000 രൂപയാണ് ഞാൻ ഓൾ ഇന്ത്യ കറങ്ങി വന്നത് കേട്ടോ. ഓൾമോസ്റ്റ് ഓൾ ഇന്ത്യ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 10-24 സ്റ്റേറ്റോളം കവർ ചെയ്ത് വന്നത് 70,000 രൂപയ്ക്കായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് 3 പേര് പോയി, 2 പേര് ഫുൾ ടൈം ഉണ്ടായിരുന്നു, ഒരാൾ ഇടയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയി. അപ്പം ഡീസൽ വണ്ടിയാണ്, വലിയ വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ പറയും. മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഡീസൽ എക്സ്പെൻസ് തന്നെയാണ് കേട്ടോ. ഡീസൽ എക്സ്പെൻസ് പറയുന്നതിന് മുമ്പായിട്ട് വണ്ടി എത്ര കിലോമീറ്റർ ഓടി എന്ന് പറയണമല്ലോ. വണ്ടി എത്ര കിലോമീറ്റർ ഓടി എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് അല്ല, കറക്റ്റ് എന്ന് പറഞ്ഞുതരാം. വണ്ടി ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് 10,224 കിലോമീറ്റർ ആണ് നമ്മളെ വണ്ടി ഓടിയത്. ആവറേജ് മൈലേജ് നോക്കുമ്പം വണ്ടിക്കകത്ത് നല്ല ചൂടുണ്ട് കേട്ടോ, അതാണ് പ്രശ്നം. ആവറേജ് മൈലേജ് നോക്കുമ്പം 10.5 തൊട്ട് ഒരു 12 കിട്ടിയ സമയമുണ്ട്, 11 കിട്ടിയ സമയമുണ്ട്, 9 കിട്ടിയ സമയമുണ്ട്. ആ ഒരു റേഞ്ച് 9 തൊട്ട് 12 ഇടയിൽ വരെ മൈലേജ് നമുക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ 10,224 കിലോമീറ്റർ ഓടാനായിട്ട് നമ്മൾ ചെലവാക്കിയ ഡീസൽ എന്ന് പറയുന്നത് 82,315 രൂപയാണ് നമ്മൾ ചെലവാക്കിയ
ഡീസൽ എന്ന് പറയുന്നത്. അപ്പൊ ഡീസലിന്റെ വില എനിക്കൊന്ന് കേരളത്തിൽ കുറവാണ് കേട്ടോ. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ രാജസ്ഥാനിലാണ് ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഉണ്ടായത്. 92.7 ഒക്കെ ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ. ഏറ്റവും റേറ്റ് രാജസ്ഥാനിലും, പിന്നെ കുറവുണ്ടായിരുന്നത് ഹിമാചലിലൊക്കെ കുറവായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും പല വേരിയേഷൻസിലാണ് ഡീസൽ ഉണ്ടാവുന്നത്. ഇത്രയും രൂപ നമ്മൾ ഡീസലിന് തന്നെ ചെലവാക്കി. ഭയങ്കരമായ ചെലവാണ്. പിന്നെ നമുക്ക് വരുന്ന ചെലവെന്ന് പറയുന്നത് ഡീസൽ കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ ചെലവ് പറയാം. വണ്ടിയുടെ ചെലവ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയിൽ ബാറ്ററി മാറി, അത് ഒരു എക്സ്ട്രാ, അതായത് വണ്ടിയുടെ റണ്ണിങ്ങിന്റെ അല്ല, പക്ഷെ ഇലക്ട്രിക് സൈഡുള്ള സംഭവമാണ് ബാറ്ററി. പുതിയ ഫ്രഷ് ബാറ്ററിയാണ് മാറിയത്. ബാറ്ററി മാറി, ബാക്കിലത്തെ ഗ്ലാസ് മാറി, 2 വട്ടം ഓയിൽ ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മളെ ക്ലച്ചിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ക്ലച്ചിന്റെ ഓയിൽ പമ്പ് ചെയ്യുന്ന ഒരു സാധനം, അതും കൂടെ മാറി. പിന്നെ ഓയിൽ തന്നെയാണ് മാറിയത് മെയിനായിട്ട്. വേറെ നമ്മളൊന്നും ചെയ്തില്ല. ഓൾമോസ്റ്റ് എല്ലാ പണി നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ട് പോയതുകൊണ്ട് വേറെ എക്സ്ട്രാ പണികളൊന്നും വന്നില്ല. അപ്പം അതിനെല്ലാം കൂടെ 14,250 രൂപ. അതിൽ ബാറ്ററി തന്നെ വലിയൊരു എമൗണ്ട് വന്നു. 8 രൂപ അടുപ്പിച്ച് ബാറ്ററിക്ക് തന്നെ വന്നു കേട്ടോ. അപ്പം 14,250 രൂപയാണ് നമുക്ക് വണ്ടിയുടെ മെയിൻ്റെനൻസിന് ചിലവായത്. അതിൽ നിന്ന് ബാറ്ററി കുറച്ചാൽ ഒരു 6,000 ചിലവാൻ രൂപ നമുക്ക് വണ്ടിയുടെ ഓയിൽ ചേഞ്ചും കാര്യങ്ങൾക്ക് വന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ടോൾ എക്സ്പെൻസ്. ടോളിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ടോളിന്റെ എക്സ്പെൻസ് വന്നായിരുന്നു. ടോളിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 6,250. കർണാടക സ്റ്റേറ്റിൽ അടുപ്പിച്ച് 40 കിലോമീറ്റർ വരെ ടോൾ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ കുറഞ്ഞു. പിന്നെ പഞ്ചാബിൽ ടോൾ ഇല്ലായിരുന്നു. പിന്നെ പോയതും വന്നതും തിരിച്ചെല്ലാം കൂടെ ആണ് ചേർത്ത് 6,250 രൂപയാണ് നമുക്ക് ടോള് ചെലവായത്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 82,315 ഡീസല്, പിന്നെ വണ്ടിക്ക് 14,250, 6,250 ടോൾ എക്സ്പെൻസ്. ഇതാണ് നമ്മുടെ മേജർ എക്സ്പെൻസ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പെൻസുകളാണ്. അതായത് ഫുഡ്, ഭക്ഷണത്തിന് നമ്മൾ അരി സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ കുക്കർ മേടിച്ചു. പിന്നെ നമ്മൾ ടീഷർട്ട് മേടിച്ചു ഞങ്ങളെല്ലാവരും കൂടെ. പിന്നെ ചെറിയൊരു വീൽ സ്പാൻഡർ മേടിച്ചു. അങ്ങനെ ചെറിയ സാധനങ്ങൾ മേടിക്കലും, പിന്നെ നമ്മൾ അരി സാധനം മേടിക്കലും, ഭക്ഷണം ഉണ്ടാക്കലും, ഹോട്ടലിൽ നിന്ന് കഴിക്കലും, അങ്ങനത്തെ എല്ലാ ചെലവുകളും കൂടെ ചേർച്ചെന്ന് പറയുന്നത് 35,685 രൂപ നമുക്ക് ചെലവായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡീസലും ടോളും പിന്നെ വണ്ടിയുടെ ചെലവും പിന്നെ നമ്മളെ 35,685 രൂപ ഓൾ എക്സ്പെൻസ്, അതായത് ഫുഡിന്റെ എല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1,38,500 രൂപയാണ് നമ്മുടെ ഈ യാത്രയിൽ 70 ദിവസം നമുക്ക് ചെലവായത്. അപ്പൊ 1,38,500 നമുക്ക് എന്ത് ചെയ്യാം, 70 ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1,38,500 ഭാഗം 70 ദിവസം ഡിവൈഡ് ചെയ്യുമ്പോൾ 1,978, ഓൾമോസ്റ്റ് 2,000 രൂപ നമുക്ക് പെർ ഡേ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ യാത്രയിലെ ചെലവെന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും രൂപ നമുക്ക് ചെലവായിട്ടുണ്ട്. ഇനിയൊരു വണ്ടി എടുത്ത് നിങ്ങൾ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല എക്സ്പെൻസ് ആയിരിക്കും. കാരണം മെയിൻ എക്സ്പെൻസ് ഡീസലിന്റെ എക്സ്പെൻസ് നിങ്ങൾക്ക് പലതായിരിക്കും, പല വണ്ടി അനുസരിച്ചിരിക്കും. ഇപ്പൊ ഇച്ചിരി വലിയ വണ്ടി ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൈലേജ് കിട്ടുന്നത്. ചെറിയ വണ്ടിയാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ മൈലേജ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഡീസലിന്റെ എക്സ്പെൻസ് കുറഞ്ഞു വരും കേട്ടോ. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ബൈക്കിൽ പോകുന്നതും ഇതും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. ബൈക്കിൽ പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ പ്രിപ്പയർഡ് ആവണം. ഇന്ന സ്ഥലത്ത് നേരത്തെ പോയി ഒതുക്കണം, റൂം എടുക്കണം, റൂമിന് വേണ്ടി 1 മണിക്കൂർ പോകും. ആ ഒരു ടെൻഷനൊന്നും നമുക്ക് ഈ ഒരു യാത്രയിലില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് എവിടെ തോന്നുന്നോ അവിടെ തന്നെ നമ്മുടെ വീട്. അതൊരു വലിയൊരു ഗുണമുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ അത് ഈ ഒരു യാത്രയിൽ ഗുണം ചെയ്തു. പിന്നെ ഇതിനകത്ത് നിന്ന് എനിക്ക് ചെലവും കുറെ കടവും ആയതല്ലാതെ ഒരു മിച്ചമില്ല കേട്ടോ. ഇനി അടുത്ത റവന്യൂയെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് റവന്യൂ ആയിരിക്കും. യൂട്യൂബിന്റെ റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് ടോട്ടലായിട്ട് ഈ ഒരു 2-2.5 മാസത്തിൽ നമുക്ക് കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് $600 മൊത്തം കിട്ടിയതും കിട്ടാനുള്ളതും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ $600 നമ്മൾ യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അറിയാം. ഇപ്പോഴത്തെ ഡോളറിന്റെ റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അറിയാം. $600 നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുള്ളൂ. പിന്നെ കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര അവസാനിപ്പിച്ചത്. ഒത്തിരി ആൾക്കാർ ഹെൽപ്പ് ചെയ്തായിരുന്നു. ആരെയും പേരെടുത്ത് പറയാത്ത രീതിയിൽ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തിട്ട് നാട്ടിലെത്തി കേട്ടോ. അപ്പൊ ഈ യാത്ര എന്ന് പറയുന്നത് അനുഭവങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതുകൊണ്ടൊന്നും നമ്മൾ യാത്ര അവസാനിപ്പിക്കത്തില്ല. ഇനിയും പുതിയ യാത്രകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. ഇനി അടുത്ത എന്താ പ്ലാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ബാക്കി വിശേഷങ്ങൾ എന്താ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ഇനി പ്ലാൻ ചെയ്തിട്ട് അറിയിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.